Welcome to School of Joy. ഹായ് സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററായ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസന്തുലിത ബാഹ്യബലം, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം ഒരു വസ്തുവിനെ നമ്മൾ തുല്യ ബലമാണ്, അതായത് ബാലൻസ്ഡ് ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ ആ വസ്തുവിന് മോഷൻ ഉണ്ടാവില്ല എന്നും, അൺബാലൻസ്ഡ് ഫോഴ്സാണ്, അത് വെറും അൺബാലൻസ്ഡ് ഫോഴ്സ് പോരാ, എക്സ്റ്റേണൽ, അതായത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ വസ്തുവിന് മോഷൻ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ നടന്ന പ്രവർത്തനം ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പ്രവർത്തനത്തിലേക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടോ നിങ്ങൾ, രണ്ട് ഭാഗത്തേക്കും ചരിവുള്ള സ്ലോപ്പുള്ള ഒരു വസ്തുവാണ് ഇവിടെ വെച്ചത്. അതിന് നടുക്ക് നമ്മളൊരു കോട്ടി അല്ലെങ്കിൽ ഒരു മാർബിൾ ഗോൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചരിവ് രണ്ടും ഒരേപോലെയാണ്, ഈക്വലാണ് ആ സ്ലോപ്പ് ഉള്ളത്. അതിൻ്റെ നീളവും ഉയരവും അതുപോലെ തന്നെ പിന്നെ മുകളിലുള്ള ഉയരവും അതിൻ്റെ ഉരുണ്ടുവരുന്ന നടുക്കേക്കുള്ള നീളവും ഒക്കെ തുല്യമാണ്. അങ്ങനൊരു സ്ലോപ്പാണ് ഇവിടെ എടുത്തത്. അപ്പം ഈ സ്ലോപ്പിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നമ്മളൊരു ഗോളി താഴോട്ട് ഇട്ടാൽ അതെന്ത് ചെയ്യും, ഉരുണ്ട് താഴോട്ട് വരും. എന്നിട്ട് മറ്റേ സൈഡിൽ അതെന്ത് ചെയ്യും, മുകളിലോട്ട് കയറും. ഇതെല്ലാവർക്കും കാണുന്ന സാധനം. നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിലും ഇതെന്ത് ചെയ്യും, മുകളിലോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ആ ഫോഴ്സിൻ്റെ മുകളിൽ നിന്ന് വന്ന അതേ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് അതേ വെലോസിറ്റിയിൽ മറ്റേ ഭാഗത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനം ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രവർത്തനത്തിൽ ഒരു ഗോളി ഇട്ട് നോക്കിയപ്പം ആ ഗോളി എത്ര ഉയരത്തിൽ പോയിട്ടുണ്ട്? ആ ഇട്ട് അത്ര ഉയരം തന്നെ മറ്റേ സൈഡ് പോയിട്ടുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മറു സൈഡ് എന്നുള്ളത് നോക്കാം. ഇല്ല, ആ മുകളിൽ ആ അറ്റം വരെ അത് പോകുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. എന്താണ് ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം? ഇവിടെ എന്തോ ഒരു ഫോഴ്സ് ഇതിൻ്റെ മോഷനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. വളരെ മിനുസമുള്ള, വളരെ സ്മൂത്തായിട്ടുള്ള സർഫസാണ് നമ്മൾ യൂസ് ചെയ്തത്. അത്ര സ്മൂത്തായ സർഫസ് യൂസ് ചെയ്തിട്ടും നമ്മുടെ ഗോളി എന്ത് ചെയ്തു, കുറച്ച് ദൂരം, അതായത് എത്രയാണോ ആ മറ്റേ സൈഡിലെ സ്ലോപ്പിൻ്റെ എൻഡ് എന്ന് വെച്ചാൽ ആ ഉയരം വരെ, ആ ഹൈറ്റ് വരെ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. ശരിക്കും എന്ത് ചെയ്യണം, അത്ര ഉയരം വരെ പോകാൻ പറ്റണം. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മോഷനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഓപ്പോസ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന ഫോഴ്സിൻ്റെ പേരാണ് ഘർഷണബലം. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘർഷണ ബലം ഉള്ളത് കൊണ്ട് ഈ ബോളിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാക്സിമം ഉയരം വരെ കയറാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി ആ പ്രവർത്തനം വേണമെങ്കിൽ ഒന്നുകൂടി കാണാം. എന്താ സംഭവിച്ചാൽ ഈ സ്ലോപ്പ് രണ്ട് സൈഡിലും ഈക്വലായിരുന്നു. അപ്പം ഒരു സൈഡിൽ എത്ര ഹൈറ്റിൽ നിന്നാണോ നമ്മൾ ഈ ബോൾ അല്ലെങ്കിൽ ഗോളി ഇടുന്നത്, ആ ഗോളി ഇട്ട അതേ ഉയരം തന്നെ മറ്റേ സൈഡിലും പോകേണ്ടതാണ്. പക്ഷെ അത് പോകാതിരിക്കാനുള്ള കാരണം ആ സ്മൂത്ത് സർഫസ് ആണെങ്കിലും അവിടെ എന്തുണ്ട്, ചെറുതായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഷനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ എക്സ്പെരിമെൻ്റ് എല്ലാവരും ഒന്നുകൂടി കണ്ടല്ലോ. യെസ്, അത് മാക്സിമം മുകളിൽ എത്തുന്നില്ല. അപ്പോൾ അതിന് ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ഘർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ, എന്താ കാണുന്നത്? വ്യത്യസ്ത സ്ലോപ്പുകളാക്കി വെക്കുമ്പോൾ എന്തൊക്കെ മാറ്റമാണെന്നാണ് ശ്രദ്ധിക്കുന്നുണ്ടത് ഇവിടെ. അതായത് നമ്മളിവിടെ കണ്ടോ, നേരത്തെ രണ്ട് സ്ലോപ്പ് സെയിം ആയിരുന്നു. ഇവിടെ ഒരു ഭാഗത്ത് ഉള്ള സ്ലോപ്പല്ല മറ്റേത്. ആ സ്ലോപ്പുള്ള ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു മാർബിൾ ബോൾ അല്ലെങ്കിൽ ഒരു ഗോളി ഇട്ടാൽ എന്താ സംഭവിക്കുമെന്ന് നോക്കിയെല്ലാവരും. ആ ഗോളി ഇടാൻ പോകുന്ന സമയത്ത് ഉണ്ടോ, അതും ഇതേപോലെ ഇവിടുന്ന് തുടങ്ങി അവസാനം അറ്റം വരെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും അറ്റത്തെത്തുന്നില്ല. എന്താ എത്താത്തത്? ഇവിടെയും നേരത്തെ പോലത്തെ എന്തുണ്ട്, ഘർഷണ ബലമുണ്ട്. ഈ കേസിൽ നോക്കി സ്ലോപ്പ് ഇല്ല തീരെ. അങ്ങനെ സ്ലോപ്പ് ഇല്ലാത്തൊരു കേസിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഒരു ഗോലി ഇടുന്നു. ആ ഗോലി ഇട്ട ശേഷം എന്താ സംഭവിക്കുക? ആ ഗോലി നേരെ അങ്ങ് പോകുന്നു, അല്ലേ? ഗോലി നേരെ ഉരുണ്ടങ്ങ് പോവുകയാണ്. അപ്പം ഇവിടെ സ്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ സ്ലോപ്പ് തീരെ അതിലൂടെ നേരെ അങ്ങ് പോവുകയാണ്. അപ്പം ബോഡി എന്ത് ചെയ്യണം, ഈ ഗോളി എന്ത് ചെയ്യാണ്, അത് മോഷനിൽ തന്നെയാണ്. അപ്പം അത് മുകളിൽ നിന്ന് ഉരുണ്ട് വന്നപ്പോൾ അതിനുണ്ടായ ഒരു വെലോസിറ്റിയിൽ അത് നേരെ അങ്ങ് എന്ത് ചെയ്യുന്നു, അതും മൂവ് ചെയ്ത് അങ്ങ് പോകുന്നു. അങ്ങനെ ഒരു സെയിം വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ വസ്തു എന്താണ്, യൂണിഫോം മോഷനിലാണ്, അതായത് സമചലനത്തിലാണ് ഈ വസ്തു പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഞ്ചരിക്കുന്ന സ്ഥലത്ത് എവിടെ ഉണ്ടാവും, എന്തുണ്ടാവും,
ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം ഉണ്ടാവും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഘർഷണ ബലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഇതെന്ത് ചെയ്യും? ആ ഘർഷണം കൊണ്ട് കുറേ അങ്ങ് ഉരുണ്ട് പോകുന്ന സമയത്ത് അങ്ങ് നിൽക്കും. നമുക്കറിയാം, നമ്മളൊരു ബോളിനെ ഇങ്ങനെ തട്ടിയാൽ എന്താ സംഭവിക്കുക? അത് മണ്ണ് കൂടിയാണെങ്കിൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഇനി ഒരു ടൈൽസ് ഇട്ട സ്ഥലത്ത് കൂടിയാണെങ്കിലോ അത് കുറച്ചുകൂടിയും ദൂരം പോകും. കാരണം ഈ മണ്ണും അതുപോലെ തന്നെ ഈ ടൈൽസ് ഇട്ട സ്ഥലം തമ്മിൽ വ്യത്യാസം എന്താണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വ്യത്യാസമുണ്ട്. അതായത് ടൈൽസ് ഇട്ട സ്ഥലത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? കുറവാണ്. മറ്റേടത്ത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവുള്ളിടത്ത് കുറേ ദൂരം സഞ്ചരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലുള്ള സ്ഥലത്ത് കുറച്ച് ദൂരെ സഞ്ചരിക്കും. അപ്പം യാതൊരുവിധ ഘർഷണ ബലമോ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും ഇല്ലെങ്കിലോ ഇത് ഈ വെലോസിറ്റിയിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ ഇത് കുറേ ദൂരം സഞ്ചരിക്കും. ഈ വസ്തു എന്ത് ചെയ്യില്ല? നിൽക്കില്ല, അത് സ്റ്റോപ്പാവില്ല, അത് റെസ്റ്റിലേക്ക് പോയില്ല, അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് പറയാം ഇത് നേർരേഖാ സമചലനത്തിലാണ്, റെക്റ്റിലീനിയർ യൂണിഫോം മോഷനിലാണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നേരെ ഒരു ഫോഴ്സിനും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം എന്തെന്ന്? അത് എന്താണ്? സമചലനത്തിലാണ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. അതായത് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് നേർരേഖയിൽ സമചലനത്തിലാണെങ്കിൽ നേർരേഖയിലായിരിക്കണം, കൂടാതെ എന്തായിരിക്കണം? സമചലനത്തിലായിരിക്കണം. എങ്കിലും എന്ത് വേണ്ടതിന്? പുറത്തുനിന്നൊരു തള്ളൽ വേണ്ട, ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. എ ബോഡി ഇൻ മോഷൻ ഡസ് നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ്സ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റിലീനിയർ യൂണിഫോം മോഷൻ. ഇതൊക്കെ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളായിരുന്നു. ഗലീലിയോ നിങ്ങൾക്കറിയാലോ, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഗലീലിയോ ഗലീലി വാസ് എ സയൻറ്റിസ്റ്റ് ഹൂ പ്രൂവ്ഡ് ഹിസ് മാസ്റ്ററി ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സയൻസ്. ഹി ഷോഡ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് നാച്ചുറൽ സയൻസ് ഈവൻ വെൻ ഹി വാസ് എ ചൈൽഡ്. ഹി ജോയിൻഡ് പിസ യൂണിവേഴ്സിറ്റി ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ടു ഫുൾഫിൽ ഹിസ് ഫാദേഴ്സ് വിഷ്. അപ്പം ഇങ്ങനെ അച്ഛൻ്റെ താല്പര്യത്തിന് വേണ്ടി മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ടൊക്കെ ജോയിൻ ചെയ്ത ഗലീലിയോ തൻ്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, പഴയ കാലത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഫിസിക്സിലും മാത്സിലൊക്കെ മുന്നോട്ട് വെച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കാഴ്ചയില്ലായിരുന്നു. അതായത് അദ്ദേഹം ടെലിസ്കോപ്പിലൂടെ പിന്നെ ഈ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി നോക്കിയിട്ട് അൾട്രാവയലറ്റ് രശ്മി കണ്ണ് പതിച്ചിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പം തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ശാസ്ത്രത്തിന് വേണ്ടി മാറ്റിവെച്ച ആളാണ് ഗലീലി. അപ്പം ഇത്തരം ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഗലീലിയാണ് ഈ ഒബ്സർവേഷൻസൊക്കെ ഈ നിരീക്ഷണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചതെങ്കിലും ഈ നിരീക്ഷണങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാൻ പറ്റിയത് ഐസക് ന്യൂട്ടനാണ് ഈ ചലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മുന്നോട്ട് വെച്ചത്. നമുക്ക് ഈ ചാപ്റ്ററിന് പഠിക്കാനുള്ളത് ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ച 3 ചലന നിയമങ്ങളാണ്. 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം. നമുക്ക് ആദ്യം ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, 1-ാം ചലന നിയമം എന്താണെന്ന് നോക്കാം. ഐസക് ന്യൂട്ടനാണ് ഇത്തരം നിയമങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിലും ഗലീലിയായിരുന്നു ഇതിനൊക്കെ തുടക്കം കുറിച്ചതെന്ന് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഓക്കെ, ചലനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, 1-ാം ചലന നിയമം. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ച അസന്തുലിത ബാഹ്യബലം, അതായത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, ആ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നമുക്ക് ഒരു വസ്തുവിനെയും മൂവ് ചെയ്യിപ്പിക്കാൻ, ചലിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ച മെയിൻ പോയിൻറ്റ്സ്. അതുതന്നെയാണ് ഈ 1-ാം ചലന നിയമമായിട്ട് വരുന്നത്. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവിനും അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബാഹ്യബലം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കും, സമചലനത്തിലാണെങ്കിൽ സമചലനത്തിൽ തന്നെ നിൽക്കും. അല്ലാതെ എന്ത് ചെയ്യില്ല? നേർരേഖാ സമചലനത്തിൽ തന്നെ നിൽക്കും. അല്ലാതെ എന്ത് ചെയ്യില്ല? അതിൻ്റെ ഒരു ചലനത്തിൽ മാറ്റം സംഭവിക്കില്ല. ഇതാണ് 1-ാം ചലന നിയമം എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, എവരി ഒബ്ജക്റ്റ് കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion along straight line unless an unbalanced external force act on it. അതായത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എപ്പോഴാണോ ആക്ട് ചെയ്യുന്നത് അതുവരെ എവരി ഒബ്ജക്റ്റ്, ഏത് വസ്തുവായാലും കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. എവരി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ് or uniform motion along a straight line. This is called first law of motion. Okay,
അപ്പം ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മളൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു വസ്തു ഇവിടെ വെച്ചതാണ്, ആ വസ്തുവിനെ നമ്മൾ തൊട്ടിട്ടില്ലെങ്കിൽ, അതിന് മുകളിൽ യാതൊരു ഫോഴ്സും കൊടുത്തിട്ടില്ലെങ്കിൽ ആ വസ്തു അവിടെ തന്നെ കിടക്കും, അതിന് യാതൊരു വിധ മാറ്റം ഉണ്ടാകില്ല. ഇനി ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിഫോം ഫോഴ്സിൽ, നേർരേഖയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഒരിക്കലും നിൽക്കില്ല. സാധാരണഗതിയിൽ വസ്തുക്കൾ നിൽക്കുന്നത് എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ച ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുത്തിട്ടാണ്. അങ്ങനെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വസ്തു ഒരിക്കലും നിൽക്കില്ല, അത് എന്ത് ചെയ്യും? അതിങ്ങനെ മൂവ് ചെയ്ത് തന്നെ പോകും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു അസന്തുലിത ബാഹ്യബലം, നമ്മൾ ഉള്ളിലുള്ള ബലമല്ല, ഇൻറ്റേർണൽ ഫോഴ്സ് അല്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എപ്പോഴാണോ, ഒരു അസന്തുലിത ബാഹ്യബലം എപ്പോഴാണോ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ, ഒബ്ജക്റ്റ് എങ്ങനത്തേത്, ഏറ്റവും റെസ്റ്റിലുള്ളതാണെങ്കിൽ റെസ്റ്റിൽ തന്നെ വെക്കും, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന വസ്തുവാണെങ്കിൽ മൂവ് ചെയ്തു, അങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ, കൊടുത്താലോ, ഒരു സ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവിന് പോയിട്ട് ഒരു തട്ട് കെട്ടിയാലോ, ഒരു ഫോഴ്സ് കൊടുത്താലോ അത് മൂവ് ചെയ്യും, തൊട്ടിട്ടില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അപ്പം ഇതാണ് ഈ പറഞ്ഞ പോയിന്റ്. അപ്പം ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സായി ബന്ധപ്പെട്ടുള്ള ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകാം. ഓക്കെ.